അപ്പോൾ ഞാനിന്ന് കൂട്ടുകറിയാണ് വെക്കുന്നത്, മലബാർ സ്പെഷ്യൽ കൂട്ടുകറി. അപ്പോൾ ഇതാ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് കൂട്ടുകറി ഉണ്ടാക്കുകയെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുതിർത്ത് വെച്ച നമ്മളുടെ കടല വേവിച്ചെടുക്കണം. അപ്പോൾ അതവിടെ വേവട്ടെ. നമുക്ക് നമ്മളുടെ കൂട്ടുകറി ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് പച്ചക്കായയും അതുപോലെ തന്നെ ചേനയുമാണ് ഞാനിവിടെ മുറിച്ചിട്ടത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചെറു തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മൂടി വെച്ച് അതവിടെ വേവട്ടെ. ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ ചിരകിയ തേങ്ങയിൽ കുറച്ച് ജീരകം ഇട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താൽ മാത്രം മതി, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതും സെറ്റായി. ഇനി നമുക്ക് പാനിൽ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് 2 പച്ചമുളക്, പിന്നെ നമ്മളുടെ കറിവേപ്പില അതും കൂടി ഇട്ട് കഴിഞ്ഞ് നമ്മളുടെ ചെറിയ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ബ്രൗണിഷ് ആകുന്ന രീതിയിൽ നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മറ്റേ ചട്ടിയിൽ നമ്മളുടെ ചേനയും പച്ചക്കായയും വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാനിതാ ജസ്റ്റ് ഒന്ന് ഒതുക്കിയതാണ്, അതൊന്ന് നമുക്കതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിലുള്ള വെള്ളവും നിങ്ങൾക്ക് ഒഴിക്കാം. എന്നിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. നമ്മളുടെ ഇതാ തേങ്ങ നന്നായിട്ട് ബ്രൗണിഷ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി ആവട്ടെ. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇനി കടലയും കൂടി ഇടാം ഇതിലേക്ക്. കൂട്ടുകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ തേങ്ങ വറുത്തത് ഇനി നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് നമുക്ക് കൂട്ടുകറിയായി. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മുടെ തലശ്ശേരി മലബാറുകാരുടെ എന്താ പറയുക, സ്പെഷ്യൽ സാധനമാണ് കൂട്ടുകറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കൊച്ചിക്കാർക്കൊക്കെ കൂട്ടുകറി ഈ രീതിയിലല്ല ഉണ്ടാക്കുക. ഒരു മധുരമാണ് കൂട്ടുകറിക്ക് എപ്പോഴും ഉണ്ടാവാറ്. പക്ഷെ നമ്മൾ തലശ്ശേരിക്കാരുടെ കൂട്ടുകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടുകറി കഴിച്ചവർക്ക് അറിയാൻ പറ്റും. പിന്നെ പല രീതിയിൽ, പല നാട്ടിൽ പല രീതിയിൽ കൂട്ടുകറി വെക്കും. ഞാൻ കുറച്ച് എന്താ പറയുക, ഗ്രേവി ആയിട്ട് കൂട്ടുകറി വെക്കാറുണ്ട്. അത് ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെയാണ് വെച്ചത്. അപ്പോൾ പല രീതിയിലാണ് കൂട്ടുകറി വെക്കുക. അപ്പോൾ നമ്മളുടെ കൂട്ടുകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഉപ്പ് പാകാണോ നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല എരിവുണ്ട്. നമുക്ക് മധുരം എരിവ. നമ്മുടെ മലബാറുകാരുടെ സ്പെഷ്യൽ കൂട്ടുകറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് സദ്യയിൽ നമ്മളുടെ തലശ്ശേരി നമ്മൾ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കല്യാണ സദ്യയിൽ ഏറ്റവും കൂടുതൽ തൊടുകറിയിൽ ഇഷ്ടം എന്ന് പറയുന്നത് ഈ കൂട്ടുകറിയാണ്. കൂട്ടുകറി ഉണ്ടെങ്കിൽ സെറ്റാണ്. അടിപൊളി കൂട്ടുകറി. എല്ലാ സദ്യകളും നമുക്ക് അതിൻ്റേതായ കൂട്ടുകറി കിട്ടാറില്ല. ചില സമയങ്ങളിൽ നമുക്ക് കൂട്ടുകറീൻ്റെ ടൈപ്പൊക്കെ മാറും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.